ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കൊച്ചി സ്റ്റൈല് ഫിഷ് കറിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചാളയാണ്. ചാള തിളപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 12 ചെറിയ ഉള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 2 കഷ്ണം വെളുത്തുള്ളിയും കുറച്ച് വേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാനൊരു 6 ചാളയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 കഷ്ണം കുടംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഫിഷ് കറിയൊക്കെ വെക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നേരത്തെ ചതച്ചെടുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ചാള, മുള്ളൻ ഇങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇങ്ങനെ തിളപ്പിച്ച് കറി വെക്കാറുള്ളത്. ഇതൊന്ന് നല്ലവണ്ണം വഴന്ന് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാറില്ല. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ മുളക് പൊടി ചേർക്കില്ല. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. മുളകൊക്കെ നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുടംപുളി സോക്ക് ചെയ്ത് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല മീൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും മീനൊന്നും വരഞ്ഞു കൊടുക്കാറില്ല. അതേപോലെ മീൻ വരഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഫിഷൊക്കെ വേകാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഫിഷൊക്കെ എളുപ്പം വെന്ത് കിട്ടും. ഞാനിവിടെ മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. ഇതിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയാണ് കൊച്ചിക്കാർ മീൻ തിളപ്പിക്കുന്നത്. ഇതാണ് കൊച്ചിക്കാരുടെ മീൻ തിളപ്പിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ.